തൃശൂരിലെ ലുലുമാൾ പദ്ധതിയിൽ എം എ യൂസഫ് അലിക്ക് തിരിച്ചടി. ഭൂമി തരം മാറ്റിയ ആർഡിഒയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഭൂമി തരം മാറ്റാനുള്ള ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കാനാണ് കോടതി നിർദ്ദേശം. അതേസമയം വിവാദത്തിൽ എം എ യൂസഫ് അലിയെ തള്ളി CPI രംഗത്തെത്തി. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPI സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. തൃശൂരിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കാനായി ഭൂമി തരം മാറ്റിയ ആർഡിഒയുടെ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. അപേക്ഷ വീണ്ടും സമർപ്പിക്കാൻ ലുലു ഗ്രൂപ്പിനോട് കോടതി നിർദ്ദേശിച്ചു. അപേക്ഷയിൽ 4 മാസത്തിനകം ആർഡിഒ തീരുമാനമെടുക്കണം. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിക്കണം. ലുലു ഗ്രൂപ്പിനെയും അപേക്ഷ എതിർക്കുന്ന CPI നേതാവ് TN മുകുന്ദനെയും കേൾക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തൃശൂർ താലൂക്കിൽ അയ്യന്തോൾ വില്ലേജിലെ 4 ഏക്കറോളം ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ. അതിനിടെ പദ്ധതി ആരംഭിക്കാൻ തടസ്സം നിന്നത് CPI പ്രാദേശിക നേതാവിന്റെ പരാതിയാണെന്ന എം എ യൂസഫ് അലിയുടെ ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് പാർട്ടി നേതൃത്വം. ആരോപണത്തിൽ കഴമ്പില്ല. നെൽവയൽ സംരക്ഷണം പാർട്ടി നയമാണ്. നെൽവയൽ സംരക്ഷണ നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച CPIക്ക് യൂസഫ് അലിക്ക് വേണ്ടി നിലപാടിൽ വെള്ളം ചേർക്കാനാകില്ലെന്ന് CPI സംസ്ഥാന കൌൺസിൽ യോഗം വ്യക്തമാക്കി. വയൽ നികത്തി ലുലുമാൾ തുടങ്ങുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച CPI ലോക്കൽ കമ്മിറ്റി അംഗം TN മുകുന്ദന് പാർട്ടി പൂർണ്ണ പിന്തുണയും അറിയിച്ചു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും വഴിവിട്ട നീക്കം റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും മന്ത്രി K. രാജൻ വ്യക്തമാക്കി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിൽ വേറെ പണ്ഡിതനും പാമരനും നിയമത്തിന്റെ മുമ്പിലില്ല, ധനികനും ദരിദ്രനും ഇല്ല. നിയമം ഒന്നാണ്. എന്നാൽ വിവാദത്തിൽ യൂസഫ് അലിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്. നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ട ഒരു സംരംഭം അട്ടിമറിച്ചതിന് പിന്നിൽ CPIയുടെ പ്രധാന നേതാക്കൾക്കും പങ്കുണ്ടെന്നാണ് ആരോപണം. മണ്ഡലത്തിലെ താമസക്കാരനല്ലാത്ത ലോക്കൽ സെക്രട്ടറി പരാതി നൽകണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ചില ഇടപെടലുകൾ ഉണ്ടെന്നും KPCC സെക്രട്ടറി A. പ്രസാദ് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി 3000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ അവരുടെ തടസ്സം മൂലം അത് തുടങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തോട് അദ്ദേഹം തൻ്റെ നാട്ടിലുണ്ടായ ഒരു ദുരനുഭവം പറയുകയാണ് ഞാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരുന്നത് CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗം കിസാൻ സഭയുടെ നേതാവായ വ്യക്തിയാണ് പരാതിയായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തടസ്സം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറുപടി പറയേണ്ടത് സത്യത്തിൽ CPI ആണ്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയോട് ചേർന്ന് പുഴയ്ക്കൽ പാടശേഖരത്തിന് സമീപം 2020 വാങ്ങിയ 1 ഏക്കറിലേറെ ഭൂമിയിൽ 2.5 വർഷം മുൻപ് ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിച്ച് പ്രവർത്തനം തുടങ്ങാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പരാതിയുമായി കോടതിയെ സമീപിച്ചതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി. നിയമ തടസ്സങ്ങൾ നീക്കാൻ ലുലു ഗ്രൂപ്പാണ് ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിലും മുകുന്ദൻ കേസിൽ കക്ഷി ചേർന്നതോടെ നിയമ പോരാട്ടം നീളുകയായിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.